ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഓഗി ഗെയിമിംഗ് മലയാളി ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് വീഡിയോസ് എല്ലാം നമ്മൾ ഇടും കേട്ടോ. നമ്മൾ ഇനി ലൈവൊക്കെ ഇടാൻ പോകണേണ്. അപ്പോൾ ഞാൻ എന്നാണെങ്കിൽ എൻ്റെ കൂട്ടുകാരോടൊപ്പം കളിച്ച കളിയാണിട്ടത്. ഒരു കിട്ടിയില്ല മാച്ചാണിട്ടത്. എൻ്റെ ഫോണിനെ പറയാൻ നിൽക്കണ്ട, അമ്മമാർ കിടിലം കളിയായിരുന്നു. ഞാൻ ഇത്രയും നാൾ കളിക്കണ്ടായില്ല, കാരണം ചാർജറിന് കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ടായി. അങ്ങനെ അതൊക്കെ ശരിയായി. അപ്പോൾ നമ്മൾ പഴയ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കളിയൊന്നും നിങ്ങൾ കണ്ടോക്ക്. പിന്നെ കേസ് നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ലൈക്ക് അടിക്കാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. നമുക്ക് റോഡ് ടു 100 സബ്ബാണ് ഗൈസ്. നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ 100 സബ് കയറി, നമ്മളൊന്നും കയറിയിട്ടില്ല. നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമല്ലോ. നമ്മളെ സപ്പോർട്ട് ചെയ്താൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവണത്. കാരണം എല്ലൊരു 100 സബ് ഉണ്ടാകാനാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഇപ്പോൾ അങ്ങനത്തെ ഇതൊന്നും കിട്ടണില്ല, അതാണ്. അപ്പോൾ നമ്മൾ ലൈവൊക്കെ ഇടും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത്. ഫസ്റ്റ് തന്നെ കേസ് ഒരുത്തനെ കണ്ട അവൻ്റെ തല അടിച്ച് പൊളിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തനെ കണ്ട അവൻ്റെ തല അങ്ങോട്ട് പൊടിച്ചു കൊടുത്ത്. കേസ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് നീട്ടിക്കണില്ല, നിങ്ങളെന്നെ കണ്ടോക്ക്. ഗൈസ്, ഇവിടെ ഒരു 1v2 സിറ്റുവേഷൻ ഉണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത്. കിഡിലെ 1v2 സിറ്റുവേഷൻ ആയിരുന്നു. ആദ്യത്തെ എൻ്റെ തല അടിച്ച് പൊളിച്ചു കൊടുത്തു. രണ്ടാമത്തെ കണ്ട നമ്മൾ മൂവ്മെൻ്റ് കിഡിലെ പോലെ കളിച്ച് അവൻ്റെ തലയും പൊളിച്ചു കൊടുത്ത്. അത് മാക്ടറിനെ അടിച്ചു കൊടുത്ത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം UMP ഒക്കെ ഉണ്ടാകും ഗൈസ്. അതൊക്കെ കിട്ടിയ സെറ്റായിട്ട് നമ്മൾ കളിക്കും ഗൈസ്. നിങ്ങളടുത്ത് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ക്വസ്റ്റ്യൻ അല്ല, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രീ ഫയർ ഒരു യൂട്യൂബറിൻ്റെ പേര് പറ. ഒരു ഫ്രീ ഫയർ പ്ലെയർ ഉണ്ടോ? നമുക്ക് നോക്കാം എത്ര ആൾക്കാരാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. റൈസ് സ്റ്റാറിന് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണം. ഗെയിംസ് കൊമ്പന് ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യണം. ഗെയിമിംഗ് സോണിന് ഇഷ്ടമുള്ളവർ ഷെയർ ചെയ്യണം. വെജിറ്റബിൾ സോണിന് ഇഷ്ടമുള്ളവർ ചാനൽ സബ്ബടിക്കുക. ഗൈസ്, നമ്മുടെ റൊണാൾഡോയൊക്കെ അൽ നാസറിലില്ല ഗൈസ്. നമ്മുടെ ഗോവയായിട്ടുള്ള കളിയിൽ അൽ നാസറിൽ റൊണാൾഡോ ഇല്ല ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല. നമ്മളെന്തിനും വേറെ കാര്യം പറയണം. നമ്മൾ ഫ്രീ ഫയർ വരും അല്ല, ഇതൊക്കെ പറയണ്ടേ ഗൈസ്. കണ്ടോ കിടിലം കളിയായിക്കട്ടോ നമ്മൾ ഇതിനകത്ത്. UMP കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടീമേറ്റ് നമ്മുടെ ഒപ്പം കളിക്കുന്നത് മുർഫിയാണ് കേട്ടോ. നമ്മുടെ ഡൈനാമിക് ആണ്. പിന്നെ ഗൈസ്, നിങ്ങൾ എത്ര ആൾക്കാർ ഇപ്പം മാജിക് ക്യൂബിലെ ബണ്ടിൽസൊക്കെ എടുത്തുന്ന് പറയണേ. ഫുള്ള് സെറ്റായിട്ടുണ്ട് നമ്മൾ. പിന്നെ ഗൈസ്, നമ്മൾ ഇനി ഡെയിലി റൂമും ടീം കോഡും എല്ലാം ഇട്ട് തരും. നമ്മൾ കയറി പോയ എല്ലാവരും ഗൈസ്. മിനിമം ഇപ്പോൾ നമ്മൾ 62 സംഭവം കണ്ടുകൊണ്ട് നമുക്ക് എങ്ങനെയും പെട്ടെന്ന് 70 അത്ര സംഭവമൊക്കെ അടിക്കണം. 70 പയ്യപ്പയ്യല്ല, ഒരു 70 സംഭവം ഒന്ന് പെട്ടെന്ന് അയക്കുന്നതിനാ. പിന്നെ ബാക്കിയുള്ള നമുക്ക് പയ്യപ്പയ്യായ പ്രശ്നം ഉണ്ടാകത്തില്ല. നിങ്ങളവിടെ എന്നെ സപ്പോർട്ട് ചെയ്താൽ. അപ്പോൾ നമുക്ക് ഇനി ഭീമശക്തിയിലോട്ട് പോകണം കേട്ടോ. അതിൻ്റെ ഇടയിലാണെങ്കിൽ മറ്റേ റിവർ സൈഡിൻ്റെ അവിടെ റിവ്യൂ ആക്കണ്ടായി. അതുകൊണ്ട് അവിടെയൊക്കെ പോയി നമ്മളെന്ത് ചെയ്തു. ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ ആരും അങ്ങനെ ആദ്യം കണ്ടില്ല, ഞാൻ കണ്ടില്ല കേട്ടാ. പക്ഷേ പിന്നെയാണ് നോക്കിയാൽ സൈഡ് 2 ടീം വന്നി. നമ്മൾ അടിച്ച് അവൻ്റെ തല പൊളിച്ചു കൊടുത്തു ഒരുത്തൻ്റെ. പിന്നെ നമ്മുടെ ടീമേറ്റ് മറ്റൊരു ഡാമേജ് കൊടുത്തത് നമ്മൾ ഒറ്റടി അടിച്ച് നമ്മൾ കുത്തിപ്പിടിച്ച് അവൻ്റെ ബോഡി ഷോട്ടൊക്കെ അടിച്ച് നമ്മളവനെ കൊന്നു. അത് എൻ്റെ ടീമേറ്റ് നമ്മളെ പറയണത്, എടാ നീ എന്തിനാണ് എൻ്റെ കില്ല് കുമ്പണ എന്നൊക്കെ പറഞ്ഞ് സീനായിരുന്നു. അടിപൊളിയായിരുന്നല്ലോ ഗൈസ്. നിങ്ങളിനി കളി കണ്ടോക്ക്.
ഗൈസ് നമ്മൾ ഇവിടുന്ന് പകുതി എത്തുമ്പോൾ ഇവിടെ കുറച്ച് പോകത്തുള്ളൂ. നമ്മുടെ മരം കണ്ട അവിടത്തോളം എത്തുമ്പോഴത്തേക്കും ഒരുത്തൻ നമ്മളെ ഇത് അടിക്കണ്ട, ഒരു ഇംഗ്ലീഷ് അടിക്കും കണ്ട. ഇംഗ്ലീഷ് അടിച്ച് അവനെ അടിക്കാൻ പോകും നമ്മൾ. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ആദ്യം വിചാരിച്ചാൽ നമ്മൾ ടീം തന്നെയാണ് ഇംഗ്ലീഷ് അടിച്ചതെന്ന് വിചാരിച്ചാൽ, പിന്നെ മനസ്സിലായത് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി അമ്മ തീർക്കാനായിട്ട് പോകണതാണ്. പൊളിയായിട്ടിത് രണ്ടാമത്തെ അടിയിലോട്ട് തല പൊളിച്ച്. പിന്നെ കേസ് ബാക്കിൽ വണ്ടിയായിട്ടൊന്നും നമ്മളത് കണ്ടുമില്ല. പെട്ടെന്ന് നമ്മൾ ഗ്ലൂ വാളിട്ട് അതേപോലെ നമ്മുടെ ടീമേറ്റ് അവനടിച്ച്. നമ്മളപ്പോൾ എന്ത് ചെയ്ത് ബാക്കിൽ നിന്ന് വട്ടാ പഠിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. പകരം ബോഡി ഷൂട്ട് കയറി. അപ്പോൾ നമ്മുടെ ടീമേറ്റ് പറഞ്ഞു, എടാ കുമ്മ നീ എന്തിനാണ് ഇങ്ങനെ കുമ്മണേന്നൊക്കെ പറഞ്ഞു. അറിയാണ്ട് നമ്മുടെ എവിടെയാണ് കയറിപ്പോയി കേസ്. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി തരാവേ. വീട്ടൊക്കെ സ്പീഡ് കൂട്ടിയിട്ട് ഫോറച്ചിലിട്ടോക്കട്ടെ. അയ്യോ ഒടുക്കത്തേത് 2x ഉണ്ട്. കളിയുണ്ടാകും ഗൈസ് ഇത്. പക്ഷേ നമുക്കിത് ബൂയി അടിക്കാറ്റത്തില്ല. എന്ത് പ്രശ്നം അതാണ്, ബൂയി അടിക്കാറ്റത്തില്ല. ആ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ ഗൈസ്. ഇവിടെ നിന്നാണ് ഗൈസ് നമ്മുടെ മാസ് കളി തുടങ്ങുന്നത്. എടാ നിൽക്കടാ ഗൈസ്, ഞാൻ പയ്യാക്കി തരാവേ. ഇവിടെ നിന്നാണ് നമ്മുടെ മാസ് കളി. ഇതെന്ത് വരാത്ത ഗരേനൊക്കെ ഉണ്ടാക്കാം. കള്ള ഗരേന ഇങ്ങനെ കേട്ടാ. യെസ്, ഒരു ചെറിയൊരു ലാഗ് പോലത്തെ ഒരു ഇതൊന്നാണ് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മൾ നേരെ പീക്കിലിട്ടോ ഗൈസ്. എൻ്റെ പൊന്നോ, ഈ പീക്കിലെത്തിക്കഴിഞ്ഞാലാണ് എൻ്റെ കളി തുടങ്ങണത്. പിന്നെ അടിയോടടി ഇപ്പം തന്നെ നമുക്ക് 8 കില്ല നമ്മുടെ അടുത്ത് തന്നെ. ഗസ് നിങ്ങൾ ഗസ് ചെയ് എന്താണ് ഞാൻ എത്ര കിലോ എടുക്കുന്നൊന്ന് കമൻറ്റ് ബോക്സിൽ വേഗം കമൻറ്റ് ചെയ്തൊക്കെ കണ്ടോ. ഇവിടെ ഒരു 1v2 ഇതുണ്ട്, കിട്ടില്ലാണത്. ഇവിടെ ചാടി നമ്മളവിടെ ഇടിച്ച് പൊളിച്ച് കൊടുക്കാൻ വരാം. അതിൻ്റെ ഉള്ളിൽ കയറി അവരെ തല അടിച്ച് പൊളിച്ചിടും. എല്ലായിടത്തും നമ്മൾക്ക് വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത പ്രശ്നങ്ങൾ ഗൈസ്. പിന്നെ മൊത്തം പറയേ വേണ്ട. ചെടിയിൽ നിന്ന് അടി, അവിടെ നിന്ന് ഇവിടെ ചുറ്റിനടിയായിരുന്നു. നമ്മളെയൊക്കെ ഇതിനെ അടിച്ചോ. അച്ചാറൊക്കെ കിട്ടും. ഉൾപ്പക്കർ യുഎംബിയൊക്കെ സെറ്റാണ് ഗൈസ്. അതൊക്കെ വെച്ച് കളിക്കണം. കിട്ടില്ല എന്ത് താഴത്തേക്ക് പറ്റും 3 പേരിട്ട് അടി ഉണ്ടാക്കണം. നമ്മളെന്ത് അവന്മാരെ തീർക്കാനായിട്ട് ഒരുത്തനെ നല്ലോണം ഡാമേജ് കൊടുത്തു, പക്ഷെ ചത്തില്ല. അപ്പം മറ്റേനടിച്ചോണ്ടിരിക്കണേ ഞാൻ. അപ്പം ഉമ്മാരെ ബാക്കിൽ നിന്ന് വേറെ ഏതോ മരടിച്ച് എൻ്റെ ഇടയിൽ നിന്ന് എന്നെയും ബാക്കിൽ നിന്ന് അടിച്ച്. ഞാൻ വിചാരിച്ച് ഞാൻ ഇപ്പം ചാവുന്നു. പെട്ടെന്ന് തന്നെ ചുറ്റിനും ഗ്ലൂ ഇട്ടത് നമ്മൾ ടീമേറ്റ് ചത്തട്ടാ. പെട്ടെന്ന് നമ്മൾ ചുറ്റിനും ഗ്ലൂ ഒക്കെ ഇട്ട് സെറ്റായി അടിക്കടിച്ചടിക്കണം. ചെക്ക് കയറി ഒന്ന് അടിച്ചേണ്ട ഊപ്പാടിളക്കി കിട്ടും നമ്മൾ. എന്നിട്ട് നമുക്ക് നല്ല ഡാമേജ് കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ആ താഴത്തടന്ന കാറ് കൊടുത്ത് നമ്മൾ നേരെ താഴത്തോട്ട് ഇറങ്ങി ഒരു സൂപ്പർ ബെഡ് അടിച്ച്. വന്നിട്ട് കേട്ടോ. ഇതൊന്നല്ല, ഇനി ആൾക്കാർ വരാൻ കിടക്കണം. എന്നിട്ട് നമ്മളെന്ത് ചെയ്ത് ഇതിനെ കൂടി കയറി പോകാമെന്ന് വിചാരിച്ചു. നമ്മളെന്ത് നോക്കിയാൽ ചെക്കൻ്റെ ഇതിൽ കൂടി തന്നെ ആദ്യം ഒരെണ്ണം അടിക്കാൻ നോക്കി കയറിയില്ല, വീണ്ടും അടിക്കാൻ നോക്കി കയറിയില്ല. എന്നിട്ട് നമ്മൾ സൈഡിലോട്ടേക്ക് ചെക്കന്ന് വേറെ ടീമായിട്ട് അടി ഉണ്ടാക്കണം. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ കില്ലവന്മാർ കുമ്പിക്കൊണ്ടും പോയി ഗൈസ്. എന്ത് കുമ്മന്മാരാന്ന് നോക്കി. അപ്പം തന്നെ മറ്റേ തല അടിച്ച് പൊളിച്ചു കൊടുത്ത് ഗൈസ്. നമ്മൾ അവന്മാർ സ്കൈലറൊക്കെ ഇട്ട് കളിക്കുന്നു. എന്നിട്ട് മറ്റവനും കൊടുത്തു നമ്മൾ മറ്റേ ഇതൊക്കെ ഇട്ട് ഒരു കയ്യിലുണ്ടായ എല്ലാ സാധനവും ഇട്ട് കൊടുത്താൽ അണ്ണാക്കിലോട്ട്. അപ്പം തന്നെ അവന്മാർ ചത്ത്. പിന്നെ കേസ് വീണ്ടും ആൾക്കാർ വരും കേട്ടോ. പറയണമല്ല, നിർത്താണ്ട ആൾക്കാരൊക്കെ വരും. ഇനി പീക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേറൊരു ഫൈറ്റ് കൂടിയുണ്ട്. ഓൻ അതിലൊരു പെണ്ണിൻ്റെ തല അടിച്ച് പൊടിച്ചോടുന്നു ഞാൻ. അത് കിട്ടിലൊരടിയായിരുന്നത്. നമ്മളെ ടീമിനെ വെറുതെ ഒരാവശ്യം കണ്ടിട്ട് അടിച്ചേക്കണത്. നമ്മളെ വെറുതെ ഇരിക്കുക. നമ്മൾ ഓടിപ്പോയവനെ തല അടിച്ച് കൊടുത്ത് തല അടിച്ച് പൊളിച്ചു കൊടുത്തല്ല തല.
അവൻ എനിക്ക് അടിക്കായിട്ടുണ്ടായില്ല കേട്ടോ. ഞാൻ വിചാരിച്ച അവൻ എന്തെങ്കിലും കാണിക്കണം, നേരൊക്കെ വരുമെന്ന് വിചാരിച്ചു. പിന്നെയാണ് ചെക്കൻ സൈഡിൽ കൂടി വരുമെന്ന് മനസ്സിലായത്. ഞാൻ എന്ത് ചെയ്ത് സൈഡിൽ കൂടി ചെന്ന് അതേ ചെക്കൻ നിൽക്കുന്നത് UMP എടുത്തോണ്ട് തല അടിച്ച് പൊടിച്ചു കൊടുത്തു ഗൈസ്. നമ്മുടെ ടീമിൻ്റെ പൊക്കത്തുനിന്ന് എന്താണ് ഇത് എയർപ്ലെയിൻ തന്നെ പാരച്യൂട്ടിൽ നിന്ന് ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ തന്നെ പറയണേ, എടാ അതേടാ എന്നെ അടിക്കണ്ടാ, എടാ അല്ല അതിൻ്റെ അടുത്ത് എനിമി ഉണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ആ നമ്മുടെ ചെക്കനെ വീണ്ടും എടുത്താണ് അടിച്ചിട്ട്. അതാരാന്ന് എനിക്കങ്ങനെ മനസ്സിലായത്. പിന്നെ നോക്കിയപ്പോൾ സൈഡിലൊരു പെണ്ണിനെ കണ്ട. അപ്പം തന്നെ എന്ത് ചെയ്ത് ടാർഗറ്റ് നേരെ അവളാക്കി. കയ്യിൽ ഉണ്ടായ സംഭവം അവളുടെ മേത്തോട്ടിട്ട്. പിന്നെ നോക്കിയപ്പോഴാണ് അവളുടെ കയ്യിൽ എമിട്ടണമെന്ന് മനസ്സിലായത്. അവളെ തല അടിച്ച് പൊളിച്ചു കൊടുത്തു. എന്നിട്ട് അവളെ തീർത്ത് നേരെ നമ്മുടെ ചെക്കൻ്റെ പൊക്കാൻ പോയി. നമ്മുടെ കില്ലൊക്കെ 15 കില്ലെടുത്ത് കേസ്. അപ്പോഴാണ് അവളുടെ അവളുടെ ആ പെണ്ണിൻ്റെ ടീമേറ്റ് ഒന്ന് പൊക്കിയിട്ടിരിക്കും പോയി ഗൈസ്. നമ്മളെന്ത് ചെയ്താൽ അവരെ വൈപ്പടിച്ചിട്ട് പോകാനുള്ള വാശിയിൽ ആ പെണ്ണിനെ അടിച്ച് അച്ചാറാക്കി വിട്ടിട്ടിപ്പോൾ. അവളെ തീർത്ത് വിട്ടു നമ്മളിപ്പോൾ. ചാവണില്ല ഗൈസ്, കുറേ അടിച്ചിട്ട് ചാവുണ്ടായില്ല. കുത്തി പിടിച്ച് നമ്മളവളെ കൊന്ന്. അതിനകത്ത് അവളുടെ ടീമേറ്റ് പോണു. അപ്പം തന്നെ എന്ത് ചെയ്ത് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ കൂടി പോരുമെന്ന് പറഞ്ഞു. മനസ്സിലായി. നേരത്തെ എന്തോടെ തല അടിച്ച് പൊളിച്ചു കൊടുത്ത കേസ്. ഇനിയാണ് നമുക്ക് 2v2 സിറ്റുവേഷൻ വരുന്നത്. അതിലാണ് നമുക്ക് പണി കിട്ടുന്നത്. നമുക്ക് കുറച്ച് സ്പീഡാക്കി തരാം. ബാക്ക് അടിച്ചാൽ സ്പീഡാക്കിയിട്ടുണ്ട് കേസ്. നിങ്ങൾ നോക്കി സ്പീഡിലെല്ലാം പോയിട്ട് നമ്മളിതിലാണ് ചാവണത് കേസ്. പിന്നെ നമ്മുടെ നേരെ കണ്ടവന്മാരെ നിൽക്കണതാണ്. ഞാൻ ആദ്യം മറ്റേ കുഞ്ഞിരിക്കണവൻക്കാണ് അർജി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മറ്റവനെ കണ്ട് മറ്റവനടിച്ച്. ഞാൻ നേരെ കൂടെ പോകണമെന്ന് പൊക്കത്തുനിന്ന് എനിക്ക് അടി വന്നു. നേരെ പൊക്കത്ത് കയറിയപ്പോൾ ഒരു ചറവറ ലാൻഡ് മൈനിട്ട് കേസ്. ഞാൻ സിറിഞ്ചടിച്ച് എണീച്ച് മെഡിക്കിട്ട് അടിച്ചുകൊണ്ടിരിക്കണത് പൊക്കത്ത് താജ വന്നു. ഞാൻ ഇവനെ കണ്ടൂല. നമ്മുടെ ടീമേറ്റ് ചെത്തു കേസ്. നമ്മുടെ കളി അങ്ങനെ കയറും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് അടിക്കാത്ത ലൈക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.